മനുഷ്യൻ്റെ നേച്ചർ തന്നെ ഡിഫറൻസാണ്. ഒരിക്കലും ഒരു വീട്ടിൽ നിങ്ങളുടെ സ്വന്തം രക്തബന്ധങ്ങളെ പോലും നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് എത്താറില്ല. മാക്സിമം ടൈം അങ്ങനെയാണ്. സ്വന്തം പാരൻസിന് അവരുടെ കുട്ടികളുടെ ഉള്ളിൽ എന്താ നടക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. ബ്രദർ സിസ്റ്ററെ എടുത്തു കഴിഞ്ഞാൽ സിസ്റ്ററിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ബ്രദറിൻ്റെ മനസ്സിൽ എന്താണ് ഓടുന്നതെന്നുള്ളത് രണ്ടുപേർക്കും അറിയാൻ സാധിക്കില്ല. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നവർ അല്ലെങ്കിൽ വളരെ ലവ്ലി ആയിട്ടുള്ള ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് എടുത്താൽ പോലും അവർക്ക് പോലും അറിയില്ല അവരുടെ കൂടെയുള്ള ആളുടെ മനസ്സിൽ എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം മനുഷ്യന്മാർ ഡിഫറൻസസാൽ രൂപപ്പെട്ട ആൾക്കാരാണ്. നമ്മളെപ്പോഴും വ്യത്യസ്തരായ ആൾക്കാരാണ്. ഒരിക്കലും രണ്ട് സിമിലർ ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കില്ല. നിങ്ങളൊരു പാത സഞ്ചരിക്കുന്നു, അത് സ്പിരിച്വൽ പാത്താണ്. അതിൽ സഞ്ചരിച്ചവർക്ക് നന്നായിട്ട് അറിയാം അടുത്ത ദിവസം എന്ത് നടക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്രയും അൺസർട്ടൺ ആണ്. നിങ്ങളുടെ മൈൻഡിൽ എന്ത് സംഭവിക്കും, ഇമോഷൻസ് എങ്ങോട്ടൊക്കെ സഞ്ചരിക്കും, ഒന്നും പറയാൻ സാധിക്കില്ല. അപ്പോൾ അത്രയും ഡിഫറൻസ് ഉള്ള ഒരു പാത്ത് ബാക്കിയുള്ളവരും അംഗീകരിക്കണം എന്നൊരു പോയിൻ്റ് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു പേഴ്സണൽ അജണ്ടയാണ്. അവരത് അംഗീകരിക്കേണ്ട യാതൊരു നിർബന്ധവുമില്ല. അവർക്ക് യാതൊരു എന്താ പറയുക, അങ്ങനെ ഒരു റൂൾ അവർക്കില്ല. അവർക്ക് ഇൻഡിപെൻഡൻ്റായ മൈൻഡ് ഉണ്ട്, ഇൻഡിപെൻഡൻ്റായ ശരീരമുണ്ട്. അവർക്ക് അവരുടെ ഇഷ്ടത്തിൽ ചിന്തിക്കാം, ബിഹേവ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളുടെ പാതയെ അംഗീകരിക്കണം, മനസ്സിലാക്കണം എന്നുള്ളൊരു വാശി, ഒരു ഇൻറ്റൻഷൻ ഒഴിവാക്കുക. പിന്നെ ഇതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഒരു പരിധി വരെ ഇപ്പോൾ നിങ്ങൾ സഞ്ചരിക്കുന്ന പാത കാരണം നിങ്ങൾക്ക് നന്മ വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ കണ്ടാൽ അവർ പിന്നെ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യില്ല. പക്ഷെ ഒന്നും കണ്ടില്ലെങ്കിൽ അവർ നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടേയിരിക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഉദാഹരണം, എല്ലാവരും എഞ്ചിനീയർ, ഡോക്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർട്ടിസ്റ്റ് ആവണമെന്ന് പറഞ്ഞു. എല്ലാവരും അതിന് സമ്മതിക്കാൻ നിന്നില്ല. അച്ഛനും സമ്മതിച്ചില്ല, അമ്മയും സമ്മതിച്ചില്ല, ആരും സമ്മതിച്ചില്ല. പക്ഷെ നിങ്ങൾ ഒരു 4-5 വർഷത്തിൻ്റെ കാലയളവിൽ നന്നായി വർക്ക് ചെയ്ത് നല്ലൊരു പേരും നല്ലൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊക്കെ നേടിയെടുത്താൽ പിന്നെ അവർ നിങ്ങൾ എന്തെങ്കിലും പറയുമോ? ഒരിക്കലും പറയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളത് പ്രൂവ് ചെയ്ത് കാണിച്ചു. നിങ്ങൾ ആ പാത തിരഞ്ഞെടുക്കുകയും അത് കാരണം വന്ന നന്മയും ചുറ്റുമുള്ളവർ കാണാൻ പറ്റി. അതേപോലെ നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ ആ പാത്ത് നിങ്ങൾക്ക് ജെന്യുവനായ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഒന്നില്ലെങ്കിൽ അതിൻ്റെ അളവ് നന്നായിട്ട് കുറയും, അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസ് ടോട്ടൽ സീറോ ആവും. ഒരാളും ചോദിക്കില്ല എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്യണത്, എന്തിനാണ് ജപിക്കുന്നത്, എന്തിനാണ് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒന്നും പറയില്ല. പക്ഷേ അതേസമയം നിങ്ങൾക്കൊരു ഡെവലപ്മെൻറ്റും ഇല്ല, 5 വർഷം മുൻപത്തെ അതേ പേഴ്സണാണ് ഇപ്പോഴും, നിങ്ങളിങ്ങനെ ഓരോ സ്പിരിച്വൽ പാത്തിലേക്ക് പോകുന്നു, ഓട്ടോമാറ്റിക്കലി സൊസൈറ്റിയുടെ കണ്ണിൽ ആ കുട്ടിക്ക് എന്തോ കുഴപ്പമെന്നേ പറയുള്ളൂ. ഇതാണ് ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരേ ഒരു പ്രാക്ടിക്കൽ അഡ്വൈസ്. അങ്ങനെ ലിസ്റ്റ് വെച്ച് കർമ്മ ബാലൻസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഏറ്റവും സ്റ്റുപ്പിഡായിട്ടുള്ള മൂവായിരിക്കും. ലിസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ നിങ്ങൾക്ക് 4 ജന്മത്തിൻ്റെ ടൈം ആവശ്യം വരും. ബാക്കിയുള്ള ജന്മത്തിൽ സ്കിപ്പ് ചെയ്യാൻ നടക്കുമ്പോൾ ബാക്കി നിങ്ങൾ അറിയാതെ കുറേ കർമാസ് ക്രിയേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് നോട്ട് ദ റൈറ്റ് വേ. കാരണം നമ്മുടെ മുൻപുള്ള ജനറേഷൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് കാണാപ്പാഠം പഠിക്കുക, കൾച്ചറിനെ കാണാപ്പാഠം പഠിക്കുക, സിസ്റ്റം കാണാപ്പാഠം പഠിക്കുക, വരുന്ന ജനറേഷൻ അത് അതുപോലെ കാണാപ്പാഠം പഠിപ്പിക്കുക. ഇതാണ് നമ്മളുടെ പ്രീവിയസ് ജനറേഷൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഇത് ശരി, ഇത് തെറ്റ് എന്ന് പറഞ്ഞ് വലിയ ലിസ്റ്റ് ഉണ്ടാക്കി അതിനെ താഴെയുള്ള ജനറേഷനെ പഠിപ്പിച്ചു. അവരെ ലിസ്റ്റ് ഫോളോ ചെയ്യാൻ നിന്നില്ല. കാരണം ഇത് ബൈ ഹാർട്ട് പോലെയാണ്, നിങ്ങൾ ഓർത്ത് വയ്ക്കണം. അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് എന്തുകൊണ്ട് പാടില്ല എന്നവർ പ്രൂവ് ചെയ്തിരിക്കണം. നമ്മുടെ മനസ്സങ്ങനെയാണ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് പാടില്ല, നമ്മുടെ മനസ്സിനത് അനുഭവിച്ചറിഞ്ഞാലേ നമ്മളത് ചെയ്യാതിരിക്കുള്ളൂ. അല്ല തിയററ്റിക്കലി പഠിപ്പിച്ചതുകൊണ്ട് ഒരു വ്യത്യാസം വരില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ ആരെയും കൊല്ലാൻ പാടില്ല, അത് പാപമാണ് അല്ലേ. നരഹത്യ ചെയ്യാൻ പാടില്ല, ഒരു ഹത്യയും ചെയ്യാൻ പാടില്ല, ഒരു ജീവനെയും നമ്മൾ കൊല്ലാൻ പാടില്ല, ഇത് പാപമാണെന്ന് പറഞ്ഞു. രാമൻ ചെയ്തു, അർജുനൻ ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് പറയണ്ട, ലിസ്റ്റ് ഒരുപാടുണ്ട്. അപ്പോൾ അവർ ചെയ്തത് പാപമാണോ? പാപമല്ല. എന്തുകൊണ്ട്? അവർ ചെയ്തത് മർഡറാണ്. പക്ഷേ എന്തുകൊണ്ടത് പാപമായില്ല? അതിന് പിന്നിൽ ഡീപ്പറായിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ അറിയാം? ഓൺലി വെൻ വി ആർ കോൺഷ്യസ്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ബോധപൂർവം ചെയ്താൽ മാത്രമേ നിങ്ങൾക്കതിന് പിന്നിലുള്ള ഓരോ പോയിൻറ്റുകളും മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഒരു കാർമിക് എഫക്റ്റ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, അതിൻ്റെ കോസ് എന്താണ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ കോൺഷ്യസ് ആയിരിക്കണം, ബോധപൂർവം അവിടെ അവെയർ ആയിരിക്കണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് പോയിൻറ്റുകളെ പ്രീവിയസ് ജനറേഷൻ കാണാപ്പാഠം പഠിച്ച പോലെ നമ്മളും കാണാപ്പാഠം പഠിക്കും. ഇനി വരുന്നവർക്ക് നമ്മൾ അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കും. അതല്ല വഴി. ബോധപൂർവം ജീവിതത്തെ ജീവിക്കുക.
ചെയ്യുന്ന ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം അലേർട്ട്നെസ് കൊടുക്കുക. ബോധമില്ലാതെ ചെയ്യരുത്, അൺകോൺഷ്യസ് ആയിട്ട് ചെയ്യരുത്. നിങ്ങളൊരു ഭക്ഷണം കഴിക്കുന്നു, എന്തിന് നിങ്ങൾ ആ ഭക്ഷണം കഴിക്കുന്നു? നിങ്ങൾ ക്യാൻസർ ഉണ്ടായിരിക്കണം, വിശക്കുന്നു അതുകൊണ്ട് എന്നതല്ല. എന്തുകൊണ്ട് ഈ സ്പെസിഫിക് ഭക്ഷണം കഴിക്കുന്നു? നിങ്ങൾ ക്യാൻസർ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ഈ സ്പെസിഫിക് ആയ പേഴ്സണെ മാത്രം മറ്റുള്ളവരെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നു? കാരണം എനിക്ക് അവളെ അല്ലെങ്കിൽ അവനെ കൂടുതൽ ഇഷ്ടമാണ്. അതല്ല റീസൺ. അതിന് വേറെ പല റീസൺസ് ഡീപ്പായിട്ടുണ്ടാവും. ഇതാണ് അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളൊരു ആക്ഷൻ ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആ ഒരു കർമ്മയിൽ അവെയറാണെന്ന് പറയാൻ സാധിക്കുള്ളൂ. ഒരു കർമ്മയിൽ നിങ്ങൾ അവെയറാണെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരുന്നതും ഈസിയാണ്. അവെയർ അല്ലെങ്കിൽ ജന്മങ്ങൾ എടുത്താലും സംഭവിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ജെന്യുവനായിട്ടുള്ള സ്പിരിച്വൽ പ്രോഗ്രസ് നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യില്ല. ഒരിക്കലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് അത് മിസ്സാവില്ല. ശരീരത്തിന് വരുന്ന മാറ്റം, മനസ്സിന് വരുന്ന മാറ്റം, ഇമോഷൻസിൽ വരുന്ന പ്രോഗ്രസ്, ജസ്റ്റ് ബിക്കോസ് യു ആർ പ്രോപ്പർലി ഡൂയിങ് യുവർ സാധന, ആ പ്രോഗ്രസ് നിങ്ങൾ ഒരിക്കലും മിസ്സാവില്ല. നിങ്ങളുടെ കണ്ണിൽ നിന്ന് അത് മിസ്സാവില്ല. ഇല്യൂഷൻസിൻ്റെ സ്വഭാവം ഇല്ലാത്തതിന് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടേയിരിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോഗ്രസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം ഭയങ്കര ലൈറ്റാവും. അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണത്തിനെ ശരീരം ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യും. ആർക്കും നിങ്ങളോട് വന്ന് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നോൺ വെജ് കഴിക്കണ്ട, നിങ്ങൾ ടീ കുടിക്കണ്ട, കോഫി കുടിക്കണ്ട, പുറത്തുനിന്ന് ഭക്ഷണം, ജങ്കായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത്, വളരെ അൺഹെൽത്തി സറൗണ്ടിങ്ങിലുള്ള ഭക്ഷണം കഴിക്കരുത് എന്നൊന്നും ആരും നിങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ശരീരം ഓട്ടോമാറ്റിക്കലി റിജക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് സ്പിരിച്വാലിറ്റിയിൽ വന്നവർക്ക് കുറച്ച് പ്രോപ്പറായിട്ടുള്ള സാധനം ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർ ശരീരത്തെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. നോൺ വെജ് കഴിക്കില്ല, അവർ ജങ്ക് ഫുഡ് കഴിക്കില്ല, ഈ വറുത്ത ഭക്ഷണങ്ങൾ കഴിക്കില്ല. അതിനോടൊരു അവജ്ഞത വരും. ഇതൊരു നല്ല സൈനാണ് പ്രോഗ്രസ് ഉണ്ടെന്നുള്ളത്. അതുപോലെ ആങ്സൈറ്റി, ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ എന്നേക്കുമായിട്ട് മനസ്സിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. എന്തായാലും ഒഴിഞ്ഞിരിക്കും. ഫുള്ളി ഒഴിഞ്ഞില്ലെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയത് 70-80% നിങ്ങളുടെ മനസ്സിന് ഡിസപ്പിയറായി പോയിരിക്കും. ഈ രണ്ട് കാര്യങ്ങളെ ഒന്ന് ഓർത്താൽ സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടെന്ന് ഉറപ്പിക്കുക. ഇപ്പോൾ പറഞ്ഞത് 3 ബോഡിൻ്റെ കാര്യമാണ്: ഫിസിക്കൽ ബോഡി, മെൻ്റൽ ബോഡി, ഇമോഷണൽ ബോഡി. ഈ പറഞ്ഞത് 3ഉം പ്യൂരിഫൈ ആയി കഴിഞ്ഞാൽ മാത്രമേ എനർജി ബോഡി ആക്ടിവേറ്റ് ആവുള്ളൂ. അവിടെയാണ് ചക്രങ്ങളുള്ളത്. അല്ലാതെ ഇപ്പോൾ യൂട്യൂബിലും ഇൻ്റർനെറ്റിലും കാണുന്ന ട്രെൻഡ് പ്രകാരം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഇറങ്ങി ഉടനെ പഠിക്കുന്നത് 7 ചക്ര മെഡിറ്റേഷൻ അല്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫൂൾഡായി എന്ന് മാത്രം ഉറപ്പിക്കുക. കയറിയ ഉടനെ ആരും 7 ചക്ര എന്ന് പറഞ്ഞ് പോവാതിരിക്കുക. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: മനസ്സ് ബാലൻസ് ആവുന്നുണ്ടോ, വികാരങ്ങൾ ബാലൻസ് ആവുന്നുണ്ടോ, ശരീരം പ്യൂരിഫൈ ആവുന്നുണ്ടോ, അതിനുശേഷം ബാക്കിയുള്ളൂ. ഇതാണ് ജെന്യുവൻ ആയിട്ടുള്ള സ്പിരിച്വൽ പ്രോഗ്രസിൻ്റെ ലക്ഷണങ്ങൾ. ഇല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അമാനുഷികമായ കാര്യങ്ങൾ ചിന്തിച്ച് വിശ്വസിക്കാൻ നോക്കുക. ഇപ്പോൾ ചിലർക്ക് ധ്യാനിക്കുമ്പോൾ നെറ്റിയിൽ വൈബ്രേഷൻ വരും. ഉടനെ അവർ പറഞ്ഞു ആജ്ഞാചക്രയിൽ വൈബ്രേഷനാണ്. നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് അത് ആജ്ഞാചക്രയാണ്? അത് ചോദിച്ച ആൾക്കാർ കൺഫ്യൂസ്ഡ് ആവും. നെറ്റിൻ്റെ നടുവിലായതുകൊണ്ട് ആജ്ഞാചക്ര. നോ, നെറ്റിൻ്റെ നടുവിലാന്ന് ആരാ പറഞ്ഞത്? അതുപോലെ വേറെ ചിലർക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അനാഹതയിൽ ഭയങ്കരമായ വൈബ്രേഷൻ എന്ന് പറയും. അത് അനാഹതയാണ് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? ആ വൈബ്രേഷൻ അനാഹതയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? അത് സെൻട്രലാണ്. അതെങ്ങനെ നിങ്ങൾക്ക് സെൻട്രലാണെന്നറിയാം? ഫോട്ടോയിൽ കണ്ടു. അപ്പോൾ ഇത് ഇല്യൂഷനാണ്. ഓക്കെ, നിങ്ങൾ ആകെ പറയേണ്ടത് എന്താണ്? നെറ്റിൻ്റെ നടുവിൽ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. ഇത് എനർജി റൈസ് ആവുന്നതിൻ്റെ ലക്ഷണമാണ്. അത്രയേ ഉള്ളൂ. അതിന് ആജ്ഞാചക്ര എന്നും ഹാർട്ട് ചക്ര എന്നും പേര് കൊടുക്കുന്നതാണ് ഇല്യൂഷൻ. വളരെ നോർമലായി നടക്കുന്ന ഒരു സാധനത്തിനെ സൂപ്പർ നോർമലാക്കാൻ, സൂപ്പർ നാച്ചുറൽ ആക്കാനുള്ള മനസ്സിൻ്റെ ഈഗോ ആണ് ഇല്യൂഷൻ. ഇതാണ് വ്യത്യാസം. ഇപ്പോൾ കയ്യിലോ കാലിലോ ഒരു മുറിവ് വന്നു. അതിനെ ഹീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ഗുണപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ആ മുറിവ് ഉണങ്ങിയിട്ട് അതിന് മുൻപ് നിങ്ങളുടെ സ്കിൻ എങ്ങനെയായിരുന്നോ അതേപോലെ തിരിച്ച് ഫോം ആവുക. ഇതാണ് ഹീലിംഗ്. അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റ് എന്താണോ അതിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ ചെയ്യുന്ന പ്രക്രിയ എന്താണോ അതാണ് ഹീലിംഗ്. ശരീരത്തിൻ്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇതേപോലെ നമ്മളുടെ മനസ്സിന് മുറിവുകളുണ്ട്. അതേപോലെ ഡീപ്പറായിട്ട് എനർജറ്റിക് ലെവലിൽ മുറിവുകളുണ്ട്. അത് പലരുടെ പെർസെപ്ഷനും വരാത്തത് കൊണ്ട് ഇമോഷൻസ് വെച്ച് മാത്രം സംസാരിക്കുക, മനസ്സിൻ്റെ മാത്രം. നിങ്ങൾ ജനിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ടൊരു കുഞ്ഞാടി ജനിച്ചു. ചിരിച്ച് കളിച്ച് ഓടിച്ചാടി ഭൂമിയുടെ, ഈ ലോകത്തിൻ്റെ, സമൂഹത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും അറിയാതെ കളിച്ച് വളർന്നു. പോകെ പോകെ സമൂഹം നിങ്ങളെ കണ്ടീഷൻ ചെയ്യാൻ തുടങ്ങി.
ഇങ്ങനെ ജീവിക്കണം, ഇങ്ങനെ സംസാരിക്കണം, ഈ സ്വഭാവം ഉണ്ടായിരിക്കണം, ഇതിനെ പേടിക്കണം, ഇതിനെ പേടിക്കണ്ട, ഇങ്ങനെ ബിഹേവ് ചെയ്യണം, ഇത് വിശ്വസിക്കണം, ഇങ്ങനെ ജോലി ചെയ്യണം, ഇത് പഠിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസ് നിങ്ങളുടെ ഉള്ളിൽ ഒളിയാൻ തുടങ്ങി. പോകെ പോകെ നിങ്ങൾക്കൊരു വളരെ മോശമായ പാറ്റേൺ ആയിട്ട് മാറും. നിങ്ങളെ ജീവിതത്തിന് ഫുള്ളായി ജീവിക്കാൻ നിങ്ങളെ അനുവദിക്കാത്ത ഒരു റോബോട്ടിക് മൂവ്മെൻറ്റുകളായി, കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു റോബോട്ടിനെ പോലെ നിങ്ങളെ മാറ്റും. നിങ്ങൾ ജീവിതത്തിൽ എന്തിനെ പേടിക്കണമെന്ന് മുൻപേ പ്രോഗ്രാം ചെയ്ത് വെച്ച പോലെയാണ്. ഇപ്പോൾ റൈറ്റ് നൗ നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടു. ആ പാമ്പിന് ജീവനുണ്ടോ ചത്തോ എന്ന് പോലും അറിയാതെ നിങ്ങൾ ചാടും, പേടിക്കും. എന്തുകൊണ്ടാണ്? മുൻപ് നിങ്ങളുടെ മൈൻഡിൽ മെമ്മറി ഉണ്ട്, പാമ്പ് ആപത്താണ്. പാമ്പ് നിങ്ങളെ കുത്തിയിട്ടില്ല, നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ മെമ്മറി ഉണ്ട്. ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ച ദർ ഈസ് എ മെമ്മറി, സ്നേക്ക് ഈസ് എ ഡേഞ്ചർ. മുൻപിൽ നിൽക്കുന്നത് ചത്ത പാമ്പാണോ വിഷമുള്ള പാമ്പാണോ അതൊന്നും നോക്കില്ല, പാമ്പിനെ കണ്ടാൽ നമ്മൾ ഓടും, പേടിക്കും. ഇതൊരു പ്രശ്നമാണ്, ഇത് കണ്ടീഷനിങ് ആണ്. ഇത് സിമ്പിൾ എക്സാമ്പിളാണ് പറഞ്ഞത്. ഇതേപോലെ മില്യൺസ് ഓഫ് തിങ്സ് നമ്മുടെ മനസ്സിലുണ്ട്, ഒരുപാട് മുറിവുകളുണ്ട്, ഒരുപാട് കണ്ടീഷനിങ് ഉണ്ട്. ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ മുഴുവനായി ജീവിക്കാൻ നമ്മളെ സമ്മതിക്കില്ല. നമ്മളുടെ ഒറിജിനൽ നേച്ചർ എന്താണോ, ആദ്യം മുറിവിനെ കുറിച്ച് പറഞ്ഞ പോലെ, ഇപ്പോൾ കയ്യിലൊരു കട്ട് വന്നു, അവിടെ ബ്ലീഡിങ് വരാൻ തുടങ്ങി, ഒരു മാർക്ക് വന്നു. ഇത് ഉണങ്ങി ശരിയായി എന്ത് പറ്റും? ആ ബ്ലീഡിംഗ് ഒക്കെ പോയി, ആ മുറിവ് പോയി, ആ പാട് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അത് ഫുള്ളായിട്ട് പോവും. സ്കിൻ ബാക്ക് ടു നോർമൽ ആവും, അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിലേക്ക് വരും. ഇതാണ് ഹീലിംഗ്. സോ മനുഷ്യനെ ഹീൽ ചെയ്യണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ചെറുപ്പം മുതൽ മിക്ക സമയത്തും ജന്മങ്ങളായി നമ്മൾ പഠിച്ചു വന്ന ഇല്ലായ്മകൾ, കണ്ടീഷനിങ്, ആവശ്യമില്ലാത്ത ചിന്തകളും വികാരങ്ങളും, ഇതിനെ നശിപ്പിക്കുന്നതാണ് ഹീലിംഗ്. എല്ലാ ആൾക്കാരും മുറിവിനെ കുറിച്ചാണ് പറയുക, മനസ്സിനെ ഹേർട്ടായി അതിനെ ഹീൽ ചെയ്യുന്നു. ഈ ഒരു സിംഗിൾ പോയിന്റിലേ പറയുള്ളൂ. അത് മാത്രമല്ല ഹീലിംഗ്, ഇപ്പോൾ പറഞ്ഞതും ഹീലിംഗിൽ ഇൻക്ലൂഡ് ആവും. അതിനുള്ള ഒരേയൊരു വഴി ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. വേറൊരു രീതിയിൽ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ ആദ്യം നിങ്ങൾ ശരിയെന്ന് വിചാരിച്ചത് മൾട്ടിപ്പിൾ എക്സ്പീരിയൻസ് കാരണം തെറ്റ് നിങ്ങൾ അനുഭവിച്ച് പഠിക്കണം. ആ സമയത്ത് നിങ്ങളുടെ ബോധം ഓപ്പൺ ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ പല കേസും ഇപ്പോൾ ന്യൂസ് പേപ്പറിലൊക്കെ കാണാറുണ്ട്. ഒരു മാരേജ് നടക്കുന്നു, അതിൽ ഹസ്ബൻഡ് കാരണം വൈഫിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, ഫിസിക്കൽ അബ്യൂസ് സംഭവിക്കുന്നു, ഒരുപാട് മുറിവുകൾ അവരുടെ ബോഡിയിൽ വരുന്നു, കംപ്ലൈൻ്റ് ആവുന്നു, പോലീസ് കേസ് ആവുന്നു, എല്ലാം ആവുന്നു. എന്നിട്ട് ഭാര്യ തിരിച്ച് അമ്മയുടെ വീട്ടിലേക്ക് വരുന്നു. പക്ഷേ ഹസ്ബൻഡ് പിന്നെയും എന്തൊക്കെയൊക്കെയോ പറഞ്ഞു, സംസാരിച്ചു, അത് വിശ്വസിച്ച് പിന്നെയും ഭാര്യമാർ അങ്ങോട്ട് പോകും, പിന്നെയും ഫിസിക്കൽ അബ്യൂസ് നേരിടും, പിന്നെയും തിരിച്ചു വരും. ഇത് സൈക്ലിക്കലായി സംഭവിക്കും. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾ കോൺഷ്യസ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പ്രാവശ്യം അനുഭവം വന്നത് പിന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യില്ല. അവിടെ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി നിങ്ങൾ അകന്ന് നിൽക്കും. ഇതാണ് ചെയ്യുക. പക്ഷേ ചിലവർക്കത് ചെയ്യാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? അവരുടെ ഇമോഷൻസിന് അത്രയും സ്ലേവ് ആയിപ്പോയി. ആ പാറ്റേൺസ് അവരിൽ അത്രയും സ്ട്രോങ് ആണ്. വികാരങ്ങളെ മറികടന്ന് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതവരെ ഹേർട്ട് ചെയ്യേണ്ടത് അറിഞ്ഞിട്ട് പോലും ബോധപൂർവ്വം കോൺഷ്യസ്നെസ്സോടെ ഒരു വിൽ പവറോടെ അതിനെ പുറത്തു കിടക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർക്കതിനെന്തോ സംതിങ്, അവരത് ഒരു ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിലനിർത്തുകയാണ്. ഇതാണ് മെയിൻ കുഴപ്പം. അപ്പോൾ നിങ്ങൾ എന്താണ് ബ്ലോക്ക് ചെയ്യുന്നത്, എന്താണ് നിങ്ങൾക്ക് ഏറ്റവും പ്രശ്നം, വാട്ട് ആർ ദ പാറ്റേൺസ് ദാറ്റ് ഈസ് ടേക്കിംഗ് യു ബാക്ക്, അത് കാണിച്ചു തരാനുള്ള ഒരേ വഴി ജീവിതത്തിൻ്റെ ലൈവ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് സിദ്ധി കൊണ്ടൊന്നും അത് കാണാനും ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് അതിൻ്റെ വെളിച്ചം. അത് പല രീതിയിൽ റിപ്പീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ദോഷമാണെന്ന് അനുഭവിക്കും. സ്പിരിച്വൽ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സ്പിരിച്വാലിറ്റിയുടെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ഇങ്ങനെയാണ് കണ്ടുപിടിക്കാൻ സാധിക്കുക. ഇപ്പോൾ വലിയ ആൾക്കാരിൽ അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നു ഇതാണ് ശരി, നീ ഇങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വേദന മാത്രം കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ എന്തിനു ചെയ്യേണ്ട ആവശ്യം? ഇവിടെ ഇൻഡിവിജ്വാലിറ്റിയാണ് ഇമ്പോർട്ടൻ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങൾക്ക് എന്തിനാണ് പർപ്പസ്? ഇതും ഒരു തിയറിയാണ് അല്ലേ? ഇൻ്റർനെറ്റ് ട്രെൻഡാണ്, യൂട്യൂബ് ട്രെൻഡാണ്. ഇതെവിടെ നിന്ന് വന്നു ഈ സോൾ പർപ്പസ് എന്നുള്ള വാക്ക്? അതാദ്യം നിങ്ങൾ സ്പോട്ട് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ മൈൻഡിൽ എവിടെ നിന്നാണ് ഈ പർപ്പസ് വന്നത്? ഈ ഒരു വാക്ക് ആരാണ് മനസ്സിൽ ഇൻജെക്റ്റ് ചെയ്തത്? ഫസ്റ്റ് ഓഫ് ഓൾ, വൈ ഡു യു നീഡ് എ പർപ്പസ്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇപ്പോൾ എല്ലാവരും സ്പിരിച്വാലിറ്റി എല്ലാവരും എൻ്റെ സോൾ പർപ്പസ് കണ്ടുപിടിക്കാൻ എന്താണ് വഴി? നിങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത്? യു ആർ ബോർഡ് വിത്ത് ദ ലൈഫ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു ആ നില നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, ബോറിംഗ് ആണ്, അല്ലെങ്കിൽ വളരെ സ്ട്രെസ്ഫുൾ ആണ്.
അപ്പോൾ പർപ്പസ് എന്തെങ്കിലും ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ബോറടിക്കില്ല അല്ലേ, അല്ലെങ്കിൽ പെയിൻഫുൾ ആയിരിക്കില്ല എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെയല്ല നമ്മളിതിനെ അന്വേഷിക്കേണ്ടത്. ഓക്കെ. സോ സ്പിരിച്വാലിറ്റിയിലുള്ള എല്ലാവർക്കും സോൾ പർപ്പസ് ഉണ്ടാകുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അത് വളരെ വളരെ ചുരുക്കം ചിലർക്ക് മാത്രം കണ്ടെയ്ൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഒരുപാട് മെറ്റൽസ് ഭൂമിയിൽ അവൈലബിൾ ആണ്, ഒരുപാട് മെറ്റൽസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളുടെ മനുഷ്യരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മെറ്റലുകൾ വളരെ ചുരുക്കമാണ്. കുറച്ച് കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുള്ളൂ. കാരണം അതിനാണ് ക്വാളിറ്റി ഉള്ളത്. ഇരുമ്പിനൊരു ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റി അലുമിനിയത്തിനില്ല. സ്റ്റീലിനൊരു ക്വാളിറ്റി ഉണ്ട്, ആ ക്വാളിറ്റി ഗോൾഡിനില്ല. സോ ഇറ്റ്സ് വെരി ഡിഫറെൻറ്റ്. സോ നിങ്ങൾ ഭൂമിയിലെ നിങ്ങൾക്കുള്ള ക്വാളിറ്റി, നിങ്ങളുടെ ഉള്ളിൽ വൈബ്രേറ്റ് ചെയ്യുന്ന ഒരു എസൻസ് ഈ ഭൂമിക്ക് ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നു എന്ന് നേച്ചർ കണ്ടാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഏറ്റവും അവസാനത്തെ ടൈമിൽ, അതായത് എൻലൈറ്റ്മെൻറ്റിൻ്റെ തൊട്ട് മുൻപ് നിങ്ങൾക്ക് സോൾ പർപ്പസ് വരും. അതിനു മുൻപ് ഒരിക്കലും വരില്ല, ഒരിക്കലും വരില്ല. ഇപ്പോൾ പല ആൾക്കാർ പല രീതിയിൽ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങളുടെ ജോലിയെല്ലാം കഴിഞ്ഞു, നിങ്ങളുടെ ഇൻഡിവിജ്വൽ പാത്ത് ഓഫ് സ്പിരിച്വാലിറ്റി അവസാനിക്കാറായി ഒരു പോയിൻ്റ് എത്തുമ്പോഴേ ഈ ഒരു പർപ്പസ് പലർക്കും വരാറുള്ളൂ. അതും ഒരു 100 വർഷത്തിൽ 12 പേര് അവേക്കണായാൽ അതിൽ ഒരാൾക്കേ സോൾ പർപ്പസ് ഉണ്ടാവുള്ളൂ, ഒറ്റ ആൾക്കേ ഉണ്ടാവുള്ളൂ. ആ ഒരാൾക്കുള്ള സോൾ പർപ്പസ് ഭൂമിയിൽ എല്ലാവരും അറിയോ ചോദിച്ചാൽ അത് വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ആ സോൾ പർപ്പസ് വളരെ ചെറുതായിരിക്കും. ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ വലിയ ഇമ്പാക്റ്റ്ഫുൾ ആയിരിക്കില്ല. വളരെ ചുരുക്കം ചിലർക്ക് മാത്രം കൊടുക്കുന്ന ഏതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമായിരിക്കും. ഓൾറെഡി ഇപ്പോൾ രാമകൃഷ്ണ പരമഹംസ, അദ്ദേഹത്തിൻ്റെ പർപ്പസ് എന്താണ്? വിവേകാനന്ദൻ എന്ന ആ ഒരു ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഒരൊറ്റാളെ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ ആ ഒരാൾ എന്ത് ചെയ്തു? ലോകത്തെ മുഴുവൻ ടച്ച് ചെയ്തു. സോ ഇങ്ങനെയും ഉണ്ടാവാം. അപ്പോൾ ഇത്രയും ഹൈറ്റൺ സ്റ്റേജിൽ എത്തിയാൽ മാത്രമേ സോൾ പർപ്പസ് ഉണ്ടാവുള്ളൂ. അതിനു മുൻപൊന്നും അത് ഇല്ല. അതിനെ കണ്ടുപിടിക്കുക, അന്വേഷിക്കൂ, സീക്ക് ചെയ്യൂ. നിങ്ങൾ അതിലെത്തിയാൽ നിങ്ങൾക്ക് ഫുൾഫിൽമെൻറ്റ് വരും. അതിലേക്ക് വിശ്വസിക്കാതിരിക്കുക. ഇപ്പോൾ നിങ്ങൾക്കൊരു ഗണ്ണുണ്ട്, ഒരു ഗണ്ണുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾക്കല്ല, ഒരു ഗണ്ണുണ്ട്. ആ ഗണ്ണ് പോലീസിൻ്റെ കയ്യിലും ആർമിയുടെ കയ്യിലും ആണെങ്കിൽ അത് രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനാണ്. ഒരു ടെററിസ്റ്റിൻ്റെ കയ്യിലാണെങ്കിൽ നമ്മൾക്കെതിരെയാണ്. സെയിം ടെക്നോളജി, ബട്ട് യൂസ് മാറി. അത് തന്നെയാണ് ഇവിടെയും. ഒരു എനർജി മറ്റൊരു എനർജിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. അത് പോസിറ്റീവായി യൂസ് ചെയ്താൽ അതിനൊരു പേര്, നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചാൽ അതിന് മറ്റൊരു പേര്. ആ നെഗറ്റീവ് യൂസിനെയാണ് നമ്മൾ ആഭിചാരം എന്നൊക്കെ പറയാം. വശീകരണമൊക്കെ അതിൻ്റെ ഡിഫറെൻറ്റ് പേരുകളാണ്. അതിൻ്റെ സയൻസ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇത് പല സമയം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ ഒരിക്കലും ഇത്തരം കാര്യങ്ങളെ ബോധർ ചെയ്യാതിരിക്കുക. ഒരാൾ വന്ന് നേരിട്ട് നിങ്ങളുടെ മുഖം നോക്കി പറയണം നിങ്ങൾക്ക് മേലെ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട്, യു ഇഗ്നോർ ആൻഡ് മൂവ് ഓൺ. കാരണം ഈ ബ്ലാക്ക് മാജിക്കുകൾ വർക്കാവണമെങ്കിൽ നിങ്ങൾ അത്രയും നെഗറ്റീവ് വൈബിലായിരിക്കണം. ഒന്നില്ലെങ്കിൽ ആ മന്ത്രവാദി, അത് ചെയ്യുന്ന ആൾ അത്രയും ശക്തനായിരിക്കണം. ഇന്നത്തെ കാലത്ത് അത്രയും തേജസ്സുള്ള ഒരു മനുഷ്യനുമില്ല. അത് വളരെ വളരെ റെയർ ആയിരിക്കും. ആൻഡ് മേ ബി ഇൻ ദ നോർത്ത് ഓർ ബംഗാൾ റീജിയൻ, നെവർ ഇൻ കേരള. ഇനി അഥവാ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ പ്രോപ്പറായി സാധന ചെയ്യുന്ന, ധ്യാനിക്കുന്ന ആൾക്കാർ, യോഗയെ ആശ്രയിച്ച് നടക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ബോധറാവാതിരിക്കുക. നിങ്ങൾ ഒരു ഹയർ വൈബ്രേഷനിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ്, അങ്ങോട്ടേക്ക് ആസ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളെയൊന്നും ഇത് അഫക്റ്റ് ചെയ്യില്ല. ഈ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പോലും അറിയാത്തവർ, വളരെ വീക്ക് സ്റ്റേജ് മെൻ്റലി ആൻഡ് ഇമോഷണലി നിൽക്കുന്ന ആൾക്കാരെ ഈ എനർജീസ് ഈസിയായിട്ട് അഫക്റ്റ് ആവും. ഇഫ് യുവർ മൈൻഡ് ഈസ് സ്ട്രോങ്, ഇഫ് യുവർ ഇമോഷൻസ് ആർ ബാലൻസ്ഡ്, ഇഫ് യുവർ ബോഡി ഈസ് ഹെൽത്തി, പ്രോപ്പറായിട്ടുള്ള സാധന ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എത്ര വലിയ ബ്ലാക്ക് മാജിക്കുകൾ ഉണ്ടെങ്കിലും അത് നിങ്ങളെ സ്പർശിക്കുന്ന യാതൊരു പ്രശ്നവുമില്ല. അതിനെക്കുറിച്ച് ഭയക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ കർമ്മങ്ങൾ അവസാനിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? ആ ദിവസത്തെ കർമ്മങ്ങൾ, ആ ദിവസത്തെ ആക്ടിവിറ്റികൾ അവസാനിച്ചു, നിങ്ങൾ എന്താ ചെയ്യുക? ഉറങ്ങും അല്ലേ? നമ്മളെപ്പോഴാണ് ഉറങ്ങുക? ആ ദിവസത്തെ എല്ലാ കാര്യങ്ങളും അവസാനിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾക്ക് ഉറങ്ങാൻ സമയമാകുമ്പോൾ നമ്മൾ എല്ലാ ആക്ടിവിറ്റിയും നിർത്തും, സ്റ്റോപ്പ് ചെയ്യും, എന്നിട്ട് കിടന്നുറങ്ങും. അവിടെ ഒരു ആക്ടിവിറ്റിയും ഇല്ല. നൗ യു ആർ റെസ്റ്റിംഗ്. ഇതേ ആക്ടിവിറ്റികൾ നമ്മുടെ മനസ്സിലും എനർജിയിലും ജന്മജന്മങ്ങളായിട്ടുണ്ട്. ആ ആക്ടിവിറ്റി മുഴുവനും നിന്ന് എന്ത് സംഭവിക്കും? ഒരു എറ്റേണൽ സ്ലീപ്പിലേക്ക് പോവും, ഒരു എറ്റേണൽ
നോൺ എക്സിസ്റ്റൻസിലേക്ക് പോവും. അതിനാണ് ലിബറേഷൻ എന്ന് പറയുക, അതിനാണ് മുക്തി എന്ന് പറയുക. ഒരു ദിവസത്തെ ആക്ടിവിറ്റി അവസാനിക്കുമ്പോൾ അത് സ്ലീപ്പാണ്. ആ മുഴുവൻ ലൈഫിൻ്റെ, നിങ്ങളെന്ന ജീവിതത്തിൻ്റെ മുഴുവൻ ആക്ടിവിറ്റീസും അവസാനിച്ചാൽ അതാണ് മുക്തി. അതിനുശേഷം എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. ഇതിന് വളരെ സിമിലറായിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഹൂ ആം ഐ. വളരെ സിൻസിയറായി ചോദിക്കുകയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും ഹൂ ആം ഐ, അതുപോലെ സോളിൻ്റെ യാത്ര എവിടെ വെച്ച് ആരംഭിക്കുന്നു, ഇതിന് ആൻസർ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾക്കത് കാരണം എന്ത് ഉപയോഗമാണ് വരുന്നത്? നിങ്ങൾക്കത് കാരണം എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ ഈഗോയിസ്റ്റിക് മൈൻഡിൽ വരുന്ന ഒരു ഈഗോയിസ്റ്റിക് സുപ്പീരിയർ ക്വസ്റ്റ്യൻ, അത്രയേ ഉള്ളൂ. ഉപനിഷത്തിൽ കാണുന്നുണ്ട്, വേദങ്ങളിലുണ്ട്. അതുപോലെ നമ്മളുടെ രമണ മഹർഷി ഇടയ്ക്കിടയ്ക്ക് അത് ആൾക്കാരോട് സ്വയം ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വേറെ സെൻസിലാണ്, പക്ഷെ ആൾക്കാരെടുത്തത് വെറും ക്യൂരിയോസിറ്റിൻ്റെ ബേസിലാണ്. ഹു ആം ഐ, ഹു ആം ഐ, ഹു ആം ഐ, ഹു ആം ഐ, ഇതെന്തോ വലിയ ആൻസറായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇറ്റ്സ് മൈ വെരി ഹംബിൾ റിക്വസ്റ്റ്, ഇത് അവസാനിപ്പിക്കുക. മനസ്സിൻ്റെ ഒരു സുപ്പീരിയറായിട്ട് മേലെ നിൽക്കണം എന്നുള്ള ആ ഒരു ഡ്രാമയെ അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പം വേണമെങ്കിൽ തരാം. സോൾ എവിടെ നിന്ന് ആരംഭിച്ചു? പരബ്രഹ്മം. ഹു ആം ഐ? യു ആർ പരബ്രഹ്മം. ആൻസർ ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് മാറ്റം ഉണ്ടായത്? വാട്ട് ഈസ് പരബ്രഹ്മം? അങ്ങനെ പോവുള്ളൂ. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് പരബ്രഹ്മം? ഇറ്റ് ഈസ് നോട്ട് എ സബ്ജക്റ്റ് ടു എക്സ്പ്ലെയിൻ. വിവരിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല ഇപ്പം ഞാൻ പറഞ്ഞ വാക്കിൻ്റെ വെയിറ്റ്. അതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നറിഞ്ഞാൽ ഒരിക്കലും ആ ചോദ്യം ചോദിക്കില്ല. ഓക്കെ, സോ ഡ്രോപ്പ് ദിസ് ക്വസ്റ്റ്യൻ. ഹു ആം ഐ, വാട്ട് ആം ഐ, എവിടെ നിന്ന് വന്നു, എങ്ങനെ സോളിൻ്റെ ആരംഭം, സോൾ എവിടെ അവസാനിക്കുന്നു, പരബ്രഹ്മം എവിടെയാണ്, എങ്ങനെ, അതൊക്കെ ആദ്യം വിടുക. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് എത്രത്തോളം ബോധമുണ്ടെന്ന് മാത്രം ഫോക്കസ് ചെയ്യുക. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് നമ്മളിപ്പോൾ ഓരോ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മളെപ്പോഴും പറയും, നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനിയിൽ മാത്രം നോക്കുക എന്ന് പറയും. നിങ്ങൾക്ക് തൊട്ട് മുൻപുള്ള സ്റ്റെപ്പ് മാത്രം എടുത്തു വയ്ക്കുക എന്ന് പറയും. ഇപ്പോൾ ദൂരെ എസ്പെഷ്യലി അത്ലറ്റുകൾ ഒളിമ്പിക്സിലേക്ക് പോകുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യുന്ന രീതി ഇതാണ്. എനിക്ക് ഇത്ര ലാപ്പ് ഓടാനല്ലോ എന്ന് ഒരിക്കലും മൈൻഡിൽ വെക്കരുത്. പകരം നിനക്ക് തൊട്ട് മുൻപുള്ള ട്രാക്കിൽ മാത്രം ശ്രദ്ധിക്കുക. അടുത്ത കാൽവെപ്പ് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഏത് അത്ലറ്റിൻ്റെ ഇൻ്റർവ്യൂ വേണമെങ്കിൽ എടുത്ത് നോക്കിക്കോളൂ, ഏത് ബെസ്റ്റ് പ്ലെയേഴ്സിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിക്കോളൂ, അവർ തന്നെ പറയുള്ളൂ. എനിക്ക് ഇന്ന ഗോൾ അടിക്കണം എന്നുള്ളതല്ല, അടുത്ത സ്റ്റെപ്പ് എനിക്ക് എടുത്ത് വെക്കണം എന്നുള്ള ഫോക്കസ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. അതാണ് ഏറ്റവും മിനിമൽ സ്ട്രെസ് നിങ്ങളുടെ മൈൻഡിൽ കൊടുക്കുന്ന ഒരു വിഷയമാണത്. ആൻഡ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഡെസ്റ്റിനി എത്തും. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. അവിടെ കിടക്കുന്ന കാര്യത്തിൽ നോട്ടം വെക്കരുത്, അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. ഇപ്പം നിൽക്കുന്ന സ്റ്റെപ്പ് ഉറപ്പിക്കുക, അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക. തൊട്ടടുത്തത് എനിക്ക് എന്താ ചെയ്യാനുള്ളത് അത് മാത്രം ശ്രദ്ധിക്കുക. ദിസ് ഹു ആം ഐ, വാട്ട് ആം ഐ, ഫ്രം വേർ ഡിഡ് ഐ കം ഫ്രം, വേർ ഈസ് പരബ്രഹ്മൻ, ഐ ആം ദ ഇൻഫിനിറ്റ് സോൾ, ഡ്രോപ്പ് ഇറ്റ്. ഇതിനെ രണ്ട് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. ഒന്ന് വളരെ കൾച്ചറൽ ആയിട്ടുള്ള റീസണാണ്. നിത്യബ്രഹ്മചാരികൾ എന്ന് പറയും. അതായത് ഒരു ഇന്ന ഏജ് കഴിഞ്ഞ് ബ്രഹ്മചാരി എടുക്കുന്നവരല്ല, ജനിച്ചത് തന്നെ ഒരു ആശ്രമത്തിലായിരിക്കും, വളരുന്നത് ആശ്രമത്തിലായിരിക്കും, സാധനകൾ ആശ്രമത്തിലായിരിക്കും. ഫ്രം ദ വെരി ബിഗിനിങ് അവർ ബ്രഹ്മചാരികളായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൻ്റെ അടുത്തോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, അവരൊരിക്കലും അവരുടെ ഓപ്പോസിറ്റ് സെക്സിനെ അടുപ്പിക്കില്ല. ഈ പറയുന്നത് ഒരു വുമണും സംഭവിക്കാം, അവർ മെന്നിനെ അടുപ്പിക്കില്ല. മെന്നാണെങ്കിൽ വുമൺ അടുപ്പിക്കില്ല. ഇത് ഫുൾ മെന്നിന് മാത്രമുള്ളതെന്ന് വിചാരിക്കരുത്. നോർത്തിൽ ഫീമെയിൽ അഗോറീസ് ഉണ്ട്, ഫീമെയിൽ ബ്രഹ്മചാരിണീസ് ഉണ്ട് കാമയ്ക്ക ടെമ്പിളിൻ്റെ സറൗണ്ടിങ്ങിൽ. അവരൊരു പർട്ടിക്കുലർ ടൈമിൽ ഒരു വർഷിപ്പിന് വേണ്ടി ഇന്ന ചില സമയങ്ങളും നക്ഷത്രങ്ങളും ഉണ്ട്. ആ സമയത്ത് അവർ വരുമ്പോൾ അവിടെ ഒരു മെന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് അവിടുത്തെ റൂളാണ്. ഒരാളും വരാൻ പാടില്ല. ഈ ശബരിമലയുടെ റൂള് അവിടെ അപ്ലിക്കബിളാണ്, ഈ ഒരു രീതിയിൽ അപ്ലിക്കബിളാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എനി ജെൻഡർ. അത് ആ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്, കൾച്ചറൽ ഇമ്പോർട്ടൻസ് ആണ്. സോ ശബരിമല, വെള്ളിയാങ്കിരി എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് യോഗികൾ തപസ് ചെയ്ത സ്ഥലങ്ങളാണ് ഇതൊക്കെ. എസ്പെഷ്യലി നിത്യബ്രഹ്മചാരികളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. യോഗികൾ അഭ്യസിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇവിടെ ഈ പറയുന്ന മോഡിലുള്ള ആൾക്കാരായിരിക്കും. അയ്യപ്പൻ എന്ന് പറയുമ്പോൾ ഹിസ് എ നിത്യബ്രഹ്മചാരി. ഫ്രം ദ വെരി ബിഗിനിങ് ആളങ്ങനെയാണ്, അവതാരമായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി ആളും നിത്യബ്രഹ്മചാരിയാണ്. കൾച്ചറൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ സിസ്റ്റത്തിൻ്റെ നിയമപ്രകാരം ഓപ്പോസിറ്റ് അവിടെ ആരെയും കടത്താൻ പാടില്ല. ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയഡിൽ നിൽക്കുന്ന ആരെയും അങ്ങോട്ട് കടത്താൻ പാടില്ല, ഒന്നാമത്തെ കാര്യം.
ദെൻ വെള്ളിയാങ്കിരി മലയിൽ ഒരുപാട് യോഗീസ് ഉണ്ട്, എസ്പെഷ്യലി അവിടെ ശിവനുണ്ട് എന്നാണ് പറയുക. സോ ശിവ അവിടെ നിൽക്കുന്നത് ഒരു സന്യാസിയുടെ രൂപത്തിലാണ്, മാരേജിനൊക്കെ മുൻപുള്ള ആ ഒരു ശിവ ചൈതന്യ രൂപത്തിലാണ് നിൽക്കുന്നത്. സോ വി ആർ റെസ്പെക്റ്റിംഗ് ദ കൾച്ചർ, അത്രയേ ഉള്ളൂ. സ്ത്രീകൾ പ്രവേശിച്ച് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്ന ചോദ്യത്തിന് രണ്ടാമത്തെ ആസ്പെക്റ്റ് നോക്കണം, എനർജി ആസ്പെക്റ്റ്. ഇപ്പം മെന്നിൻ്റെ ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ഫോർമാറ്റ് ഉണ്ട്, അത് സ്ത്രീകൾക്ക് സാധിക്കില്ല. അതുപോലെ സ്ത്രീകൾക്ക് പറ്റുന്നൊരു ഫോർമാറ്റ് ഉണ്ട്, അത് മെന്നിന് സാധിക്കില്ല. മീൻസ് ശിവ ചൈതന്യത്തിൻ്റെ മാക്സിമം റേഞ്ച് ഒരു മെന്നിന് ഈസി ആയിട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. ഈസി എന്ന് പറയുമ്പോൾ അങ്ങനെ കണ്ണടച്ച് തുറക്കുന്ന പോലെ അല്ല ഉദ്ദേശിക്കുന്നത്, നല്ല എഫേർട്ട് ഉണ്ടാവും. ബട്ട് അവരുടെ ശരീരം അതിനു വേണ്ടി ബിൽഡായിരിക്കുന്നതാണ്, മാസ്കുലൻ എനർജിക്ക് വേണ്ടി ബിൽഡായതാണ്. ശിവചൈതന്യത്തിനാണ് പുരുഷന്മാരുടെ ശരീരത്തിന് ക്യാപ്പബിലിറ്റി ഉണ്ടാവുക. ദെൻ ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ദേവി ചൈതന്യമായിരിക്കും. നമുക്കിത് തിരിക്കാൻ സാധിക്കില്ല. സാധിക്കും, ഭക്തി ആൻഡ് എഫേർട്ട് കൊണ്ട് എന്തായാലും സാധിക്കും, പക്ഷെ ഒരിക്കലും ഒരു കംപ്ലീറ്റ് എക്സ്റ്റെൻഡിൽ സാധിക്കില്ല. സ്ത്രീകൾ എപ്പോഴും ഇമോഷൻ ബേസ്ഡാണ്, അനാഹത റീജിയനിൽ ഫങ്ഷൻ ചെയ്യുന്നവരാണ്. അവർക്ക് ശിവൻ ഫങ്ഷൻ ചെയ്യുന്ന വിശുദ്ധി ആജ്ഞ എന്നുള്ളതൊക്കെ അവർക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയിരിക്കും. അതേപോലെ പുരുഷൻ്റെ അടുത്ത് വന്നിട്ട് അനാഹതയിൽ നിന്ന് ഫങ്ഷൻ ചെയ്യുക പറഞ്ഞാൽ അവർക്ക് സ്ട്രേഞ്ചാണ്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആജ്ഞയാണ്. സോ എനർജറ്റിക് ഇമ്പോർട്ടൻസും ഉണ്ട്. ഈ പറയുന്ന വെള്ളിയാങ്കിരി, ശബരിമല, ദീസ് ആർ ഫുൾ ഓഫ് വിശുദ്ധി ആൻഡ് ആജ്ഞ ചക്ര ഇമ്പോർട്ടൻസ്. ഇത് മുഴുവനും ആ റേഞ്ചാണ്, ഫുള്ളി ഈ പറയുന്ന ശിവചൈതന്യത്തിൻ്റെ റേഞ്ചിൽ വരുന്നതാണ്. അതുകൊണ്ട് പുരുഷന്മാരാണ് ഇതിന് ഏറ്റവും ബെനിഫിറ്റ് ചെയ്യുക, അവർക്കാണ് ഇതിൻ്റെ സുപ്രീം റിസൾട്ട് വരിക. സ്ത്രീകൾക്കൊന്നും വരില്ല എന്നല്ല പറയുന്നത്, ഞാൻ പറയുന്ന പോയിൻ്റ് കിട്ടിയല്ലോ, അതുകൊണ്ടാണ്. ദെൻ ആ യങ്ങർ ഏജ് 12 വയസ്സിന് മുൻപെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോഡി ഇറ്റ്സ് വെരി സെൻസിറ്റീവ്, ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇത്ര വർഷങ്ങൾ കഴിഞ്ഞ് വയസ്സായി കഴിഞ്ഞാൽ സ്റ്റിൽ അപ്പോഴും നിങ്ങളുടെ ശരീരം സെൻസിറ്റീവായി കഴിഞ്ഞു. ഏറ്റവും യങ്ങായിരിക്കുമ്പോഴും ഏറ്റവും വയസ്സാകുമ്പോഴും നിങ്ങൾ ഒരുപാട് എനർജിക്ക് റെസെപ്റ്റീവാണ്. അപ്പം നല്ല എനർജിക്കും മോശമായ എനർജിക്കും റെസെപ്റ്റീവാണ്. ഇവിടെ ആ ഒരു ഏജ് കഴിയുമ്പോൾ പ്രവേശിക്കുക എന്ന് പറയാനുള്ള റീസൺ ഈ റെസെപ്റ്റിവിറ്റി കൊണ്ട് മാത്രമാണ്. പക്ഷേ അത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ്, അത് കോംപ്ലക്സ് അല്ല. ജപം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അത് മന്ത്ര ജപമാണ്. മന്ത്രങ്ങളെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മളുടെ സിസ്റ്റത്തിലുള്ള എനർജിയെ റൈസ് ചെയ്യിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, നമ്മളെ ഇവോൾവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് പ്രാക്ടീസാണ്, ഒരു രീതിയാണ് ജപം. ധ്യാനം എന്ന് പറഞ്ഞാൽ അവിടെ മന്ത്രങ്ങളില്ല. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ മേലെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ ഒരു ഫോക്കൽ പോയിൻറ്റിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്ന് നമ്മളുടെ മനസ്സിനെ ഒരു പോയിൻറ്റിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബാക്കിയുള്ള എല്ലാ ഡിസ്റ്റർബൻസസിനെയും അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതാണ് ധ്യാനം. ശ്വാസത്തിൽ ശ്രദ്ധിക്കാം, ശരീരത്തിൽ ശ്രദ്ധിക്കാം, കണ്ണ് തുറന്ന് മുൻപിലുള്ള ഒരു പോയിൻറ്റിനെ ശ്രദ്ധിക്കാം, കണ്ണടച്ച് നമുക്ക് ചെയ്യാം, എങ്ങനെ വേണം ചെയ്യാം. അവിടെ എപ്പോഴും ഒരു ഫോക്കൽ പോയിൻ്റ് ഉണ്ടാവും. ധ്യാനത്തിലെ എന്തെങ്കിലും ഒരു ശ്രദ്ധാ കേന്ദ്രം മസ്റ്റായിട്ടും ഉണ്ടാവും. അതാണ് ധ്യാനം. യോഗ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എവ്രിത്തിങ്. ധ്യാനം യോഗയുടെ ഒരു ചാപ്റ്ററാണ്, ഒരു പാഠം മാത്രമാണ്. ഇപ്പോൾ ഒരു സിനിമ എടുത്ത് പറഞ്ഞാൽ സിനിമയിലെ ഒരു 10 മിനിറ്റ് മാത്രമാണ് ധ്യാനം. യോഗ എന്ന് പറയുന്ന മുഴുവൻ ഫിലിമാണ്, ദ ഹോൾ എക്സ്റ്റെൻറ്റ് ഓഫ് എവറിത്തിങ്. വേണമെങ്കിൽ ജപത്തെയും നമുക്ക് യോഗയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അതിനെ ജപ യോഗ എന്നാണ് വിളിക്കുക. യോഗ ഈസ് എനിത്തിങ്, ദ കംപ്ലീറ്റ് സിസ്റ്റം ടു ടേക്ക് യു ടു എൻലൈറ്റൻമെൻറ്റ്. നിങ്ങളുടെ ഫ്രീഡത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു കംപ്ലീറ്റ് സിസ്റ്റം, അതാണ് യോഗ. അതിൻ്റെ ചെറിയ 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 പാർട്ടുകളാണ് ജപം, ധ്യാനം പോലുള്ള കാര്യങ്ങളൊക്കെ. ഇതിൽ സാധാരണക്കാർക്ക് ഏറ്റവും ഗുണം കിട്ടുന്ന അങ്ങനത്തെ ഒന്നുമില്ല. അതായത് സാധാരണക്കാർ, വലിയ ആൾക്കാർ അങ്ങനെയല്ല. കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട്, പക്ഷേ അതിനിങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും മാച്ചിക്കായി തോന്നുന്നത് അത് ചെയ്യുക. ജപിക്കാനാണോ താല്പര്യം, ജപിക്കുക. ധ്യാനിക്കാനാണോ താല്പര്യം, ധ്യാനിക്കുക. യോഗാസനാസും ധ്യാനവും പ്രാണായാമം എല്ലാം ഒരുമിച്ച് ചെയ്യാനാണോ ഇഷ്ടം, അപ്പോൾ യോഗ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണോ അട്രാക്ഷൻ അതാണ് എടുക്കേണ്ടത്. സാധാരണക്കാർക്ക്, വലിയ ആൾക്ക് അങ്ങനെയൊന്നും വ്യത്യാസമില്ല.